അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തുടങ്ങല്ലേ? ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന മുസ്തഫ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അറബികളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചരിത്രം, അദ്നാൻ, ഖഹ്താൻ, മേജറായിട്ടുള്ള 2 ട്രൈബ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം അറബികളുടെ പൊതുവെയുള്ള അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ മതം ഏതായിരുന്നു എന്നതും കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു നിർത്തിയത് അദ്നാൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്നാനി ട്രൈബിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ അദ്നാനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു 20 തലമുറ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പരാമർശിച്ചു. അപ്പോൾ ഇനി അദ്നാനിൽ നിന്ന് ഇസ്മായിലേക്ക് ഞാൻ പറഞ്ഞു, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലാണ് അദ്നാൻ എന്ന വ്യക്തി വന്നിട്ടുള്ളത്. അദ്നാനിൽ നിന്നാണ് റസൂലുള്ളാഹി വന്നിട്ട്. അപ്പോൾ അദ്നാൻ മുതൽ ഇസ്മായിൽ വരെ ഉള്ള പരമ്പര ആരൊക്കെയാണ് എന്നത് ചെറിയൊരു ചർച്ച ഉണ്ട് ഇസ്ലാമിൽ. അത് അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണ്, അത് ഉറപ്പില്ല. ഇപ്പോൾ 7 പേരുണ്ടെന്നും 9 പേരുണ്ടെന്നും 41 പേരുണ്ടെന്ന് വരെ അതിൽ ചർച്ച ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇസ്മായിൽ അലൈഹിസ്സലാം മുതൽ ആദം അലൈഹിസ്സലാം വരെ 55ഓളം തലമുറ, 55 ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ചാർട്ടുകൾ മുസ്ലിം ലോകത്ത് അവൈലബിൾ ആണ്. പക്ഷേ അത് കൃത്യമായിട്ട് പറയാൻ പറ്റും അത് തൗറാത്തിൽ നിന്നുള്ള ഒരു കോപ്പിയാണ് ആ സംഭവം എന്നുള്ളത്. കാരണം തൗറാത്തിൽ ഇതുപോലെ 55ഓളം തലമുറ വരുന്നത് ഏകദേശം 6000 വർഷങ്ങളുടെ ഒരു കാലയളവാണ് ഈ 55 ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6000 വർഷമാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ ചരിത്രം എന്നുള്ളത് തൗറാത്തിൽ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു ടൈം, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ അദ്നാൻ വരെയുള്ള തലമുറ വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു 20 ആളുകളുടെ പേരുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നമുക്ക് തെളിവുണ്ട്. അതിൻ്റെ മുകളിലോട്ടുള്ള കാര്യങ്ങളുടെ ചർച്ച വരുമ്പോൾ പരമാവധി നമ്മൾ അത്തരം ചർച്ചയിൽ നിന്ന് ഒഴിവാവുക. മാത്രമല്ല, നമുക്ക് ഉറപ്പില്ലാത്ത കേസാണ്. മാത്രമല്ല, ഇസ്മായിൽ അലൈഹിസ്സലാം മുതൽ ആദം അലൈഹിസ്സലാം വരെയുള്ള ആ ഒരു പരമ്പര ആരെങ്കിലും എണ്ണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൽ പ്രത്യേകിച്ച് കഴമ്പില്ല എന്ന് നമ്മൾ ഉറപ്പ് പറയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വഖരീനം ബൈന ദാലിക കസീറ. കാരണം അതിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. 6000 വർഷമല്ല ഈ ലോകത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പഴക്കം എന്നുള്ളത് കൃത്യമായി സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അപ്പോൾ അതിൽ വേറെ ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ജനനത്തിലേക്കാണ് വരുന്നത്. ആ ജനനത്തിലേക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹിക്ക് മുന്നുള്ള ഈ ഒരു വംശ പരമ്പര, റസൂലുള്ളാഹിൻ്റെ മുകളിലേക്കുള്ള പിതാവ് അബ്ദുൽ മുത്തലിബ്, അങ്ങനെ പോയി നമ്മൾ റസൂലുള്ളാഹിൻ്റെ ആ ഖുറൈശി ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് സീറയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ഓരോന്ന് വിശദീകരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പിതാക്കന്മാർ ആരൊക്കെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ വരുള്ളൂ. കാരണം കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി ഇതിൽ ആദ്യം തന്നെയുള്ള ഒരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഞാൻ പറഞ്ഞു ഒരു ഉന്നത ഗോത്ര പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പിതാക്കന്മാർ അല്ലെങ്കിൽ ഒരു ഉന്നത ഗോത്രത്തിൽ ജനിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് ഇപ്പോൾ 2 എക്സ്ട്രീം കാണാൻ പറ്റും. ഇപ്പോൾ നബി കുടുംബത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവരോട് ഭയങ്കര ബഹുമാനം അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ബഹുമാനം കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അങ്ങനെ ബഹുമാനിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ബഹുമാനം തെറ്റാണെന്ന് വരെ പറയുന്ന രീതിയിലുള്ള ഒരു എക്സ്ട്രീം അഭിപ്രായം നമുക്ക് ഇവിടെ കാണാനും പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പാരമ്പര്യത്തിൽ പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനായതുകൊണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായതുകൊണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആളുടെ പാരമ്പര്യത്തിൽ പെട്ടതുകൊണ്ട് മാത്രം യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സ്വർഗ്ഗനരകം നിശ്ചയിക്കപ്പെടുന്ന സ്ഥലത്ത് യാതൊരുവിധ കാര്യവും ഇല്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആരൊക്കെ വ്യക്തിപരമായി ചെയ്യുന്ന അമലുകളുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ വിലയിരുത്തപ്പെടുക എന്നുള്ളത് വളരെ ക്ലിയറാണ്. എന്നാൽ ഈ ലോകത്ത് അവർ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നബി കുടുംബത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, അയാൾ മോശപ്പെട്ട ഒരു സ്വഭാവത്തിന് ഉടമയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ഇനി നബി കുടുംബത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു നല്ല കൃത്യമായ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാൾ
വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് അയാൾക്ക് അതിൻ്റെ പേര് ചെറിയൊരു ബഹുമാനം എക്സ്ട്രാ കൊടുക്കുന്നത് കൊണ്ട് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അവരുടെ നസബ് അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം എന്നുള്ളത് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ആ സമയത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇയാൾ ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ഇന്ന ഗോത്രത്തിൽപ്പെട്ട, കാരണം അതിൽ പ്രത്യേകിച്ചൊരു അതിൽ പെരുമ നടിക്കുമ്പോൾ മാത്രമേ അത് തെറ്റാവുന്നുള്ളൂ. അതല്ല, അതിൽ പെരുമ നടിക്കുന്നില്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് തെറ്റില്ല. ആ ബഹുമാനം ആളുകൾ നൽകുന്നതിൽ ഒരു തെറ്റില്ല എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നജ്ജാഷി രാജാവിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സംസാരിക്കുന്ന ഒരു ചരിത്രം നമ്മൾ പിന്നീട് വിശദീകരിക്കും. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഒരു ദൂതനെ അയച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്ക് അറഫ്ന നസബഹു, അദ്ദേഹത്തിൻ്റെ നസബ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, ലീനിയേജ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ഖുറൈശി ഗോത്രത്തിലുള്ളവർക്കും അഹ്ലുൽ ബൈത്തിലുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു പരിഗണന ഇതിൻ്റെ പേരിൽ നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. അപ്പോൾ ഇനി എന്താണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സോട് കൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ ഒരു സമൂഹത്തിലേക്ക് അയക്കുക എന്നുള്ളത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം, അദ്ദേഹത്തിൻ്റെ കാണാനുള്ളതിൽ, അദ്ദേഹത്തിൻ്റെ അഖ്ലാഖ്, എല്ലാത്തിലും ആ നാട്ടിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മക്ക മുശ്രിക്കുകൾക്ക് അവരെ നിഷേധിക്കാൻ ഒരു കാരണവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നെസബ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്നുള്ളതും ഏറ്റവും ഉന്നതമായ പാരമ്പര്യമായിരുന്നു അന്നത്തെ അറബികളെ സംബന്ധിച്ച്. അവർക്ക് അതും പറഞ്ഞ് അദ്ദേഹത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പര, അദ്ദേഹത്തിൻ്റെ അദ്നാൻ വരെയുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇങ്ങനെ പോകുന്നു: മുഹമ്മദ് ബിൻ അബ്ദുല്ല നമുക്കറിയാം, ബിൻ അബ്ദുൽ മുത്തലിബ് വരെ നമുക്കറിയാം, ബിൻ ഹാഷിം ബിൻ അബ്ദി മനാഫ് ബിൻ ഖുസൈ ഇബിൻ കിലാബ് ബിൻ മുറ ബിൻ ഇല്യാസ് ബിൻ മുദർ ബിൻ ഗാലിബ് ബിൻ ഫിഹർ ബിൻ മാലിക് ബിൻ നദർ ബിൻ കിനാന ബിൻ ഖുസൈമ ബിൻ മുദ്രിക ബിൻ ഇല്യാസ് ബിൻ മുദർ ബിൻ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ. ഈ 20 പേര് വരെയാണ് വളരെ കൃത്യമായി നമുക്ക് സഹിഹായിട്ട് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റുന്നത്. ഇതിൽ ഫിഹർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൽ ഖുറൈഷ് എന്നുള്ളത് പറയുന്നത്. കാരണം ഞാൻ ഇതിൽ ഖുറൈഷ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇതിൽ ഫിഹർ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നദർ എന്ന് പറയുന്ന വ്യക്തിയോ, ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിലേതോ ഒരാളാണ് ഖുറൈഷ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സഹിഹായ റിപ്പോർട്ടിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ അസ്തഫ കിനാനത മിൻ വലദി ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കിനാനയെ തിരഞ്ഞെടുത്തു. ഞാൻ കിനാന എണ്ണിയത് ബിൻ നദർ ബിൻ കിനാന, ഏകദേശം ഫിഹറും ഖുറൈഷ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കിനാന. വസ്തഫ ഖുറൈഷൻ മിൻ കിനാന, കിനാന ഗോത്രത്തിൽ നിന്ന് ഇപ്പോൾ ഒരാൾ വന്നു, പിന്നെ അയാളുടെ താഴെയാണ് ആ ഗോത്രം വരുന്നത്. അയാളുടെ താഴെയുള്ള ഗോത്രത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈഷിനെ തിരഞ്ഞെടുക്കുകയാണ്, അഥവാ നമ്മൾ പറഞ്ഞ ഫിഹർ അല്ലെങ്കിൽ നദർ. വസ്തഫ മിൻ ഖുറൈഷിൻ ബനു ഹാഷിം, ഖുറൈഷിൻ്റെ പരമ്പരയിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത് ബനു ഹാഷിമിനെ. കാരണം പിന്നെ ഏറ്റവും ഹാഷിമികൾ അല്ലെങ്കിൽ ഹാഷിമാണ് പിന്നീട് ആ ഗോത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന അടുത്ത വ്യക്തി. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല പാരമ്പര്യം, ഏറ്റവും നല്ല ലീനിയേജോട് കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇനി ഇതിലുള്ള എന്തുകൊണ്ടാണ് ഈ പരമ്പരയിൽപ്പെട്ട ആളുകൾ സ്പെഷ്യൽ ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് അത്രയും ഉന്നത ഗോത്രമാണ് അല്ലെങ്കിൽ ഉന്നത പാരമ്പര്യമാണ് എന്നുള്ളത് നമ്മൾ പറയാൻ കാരണം ഒന്നുമല്ല, ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ അന്ന് സമൂഹത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. ഇപ്പോൾ കിനാനാണെങ്കിൽ കിനാനക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും, പിന്നെ കിനാന കഴിഞ്ഞതിന് ശേഷം ഫിഹർ കഴിഞ്ഞതിന് ശേഷം ഖുസൈക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഖുസൈക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ പിന്നെ ഖുസൈൻ്റെ കീഴിലുള്ള ആളുകൾക്ക് അദ്ദേഹം ബഹുമാനിക്കപ്പെടും. പിന്നെ ഖുസൈ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം. അങ്ങനെയാണ് അതിൻ്റെ തുടർച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കിനാനയെ പറ്റിയിട്ട് പറയുന്നത് കേൾക്കാം. കിനാനെ വളരെ ധൈര്യശാലിയായ ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്ന് മക്കയിൽ അറിയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എപ്പോഴും കയ്യിൽ ആയുധങ്ങളുമായി ഏന്തി നടന്ന് വളരെ ധൈര്യശാലിയായി ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ കാണാൻ പറ്റും, ആളുകൾ അന്ന് ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ കിനാനയെ കാണാൻ വേണ്ടി മാത്രം ഹജ്ജിന് വരുന്ന സാഹചര്യം വരെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഫിഹർ. ഞാൻ പറഞ്ഞു ഖുറൈഷ്. കിനാനയ്ക്ക് ശേഷം പിന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഖുറൈഷ്. അപ്പോൾ ഫിഹറാണ് ഖുറൈഷ് എന്നുള്ളതും നദറാണ് ഖുറൈഷ് എന്നുള്ളതും നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഈ ഫിഹറിന് ശേഷം പിന്നെ നമ്മൾ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ചുകൂടി കൂടുതൽ സോഴ്സിൽ അറിവുള്ളത് ഖുസൈ വരെയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൽ മുത്തലിബ്, ഇത് മൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അബ്ദുൽ മുത്തലിബ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ബനി ഹാഷിമാണ്, പിന്നെ അബ്ദി മനാഫാണ്, പിന്നെ ഖുസൈ വരെയുള്ള ഒരു പരമ്പര നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞാൻ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഖുസൈനെ സംബന്ധിച്ചിടത്തോളം ഖുസൈയാണ് ഖുറൈശി ഗോത്രത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ, അല്ലെങ്കിൽ ഏറ്റവും ഖുറൈശി ഗോത്രത്തിൻ്റെ ഉയർച്ച തുടങ്ങുന്നത് ഖുസൈ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നുള്ളത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു ബേസിക്കലി അറബി അല്ല. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം ജുർഹൂം ഗോത്രം എന്ന് പറയുന്ന ഖഹ്താനി അറബികളിലേക്ക് വിവാഹം കഴിച്ചിട്ട് അതിലേക്ക് അറബി ആയി വന്നതാണ്, അറബൽ മുസ്താരിബ. അപ്പോൾ ഈ ജുർഹൂം ഗോത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ മക്ക ഭരിച്ചിരുന്ന ആളുകൾ. ഈ ജുർഹൂം ഗോത്രത്തിൻ്റെ മോശം അവസ്ഥ കാരണം ഖുസാ എന്ന് പറയുന്ന ഒരു ഗോത്രം ജുർഹൂം ഗോത്രത്തുമായി യുദ്ധം ചെയ്തുകൊണ്ട് മക്കയുടെ അധികാരം പിടിച്ചടക്കി. അപ്പോൾ ഖുസാ ആണ് എവിടെ ഭരിച്ചിരുന്നത്? മക്ക ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഖുസാ ഭരിച്ചിരുന്ന സമയത്ത് ഈ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഖുസൈ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 400 CE, അല്ലെങ്കിൽ ക്രിസ്തു വന്നതിന് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷം വന്നതാണെന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അദ്ദേഹം ഈ ഖുസാ ഗോത്രത്തിൽ നിന്ന്, അഥവാ അദ്ദേഹം ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട വ്യക്തി ഖുസായുടെ കൺട്രോളിൽ നിന്ന് മക്ക പിടിച്ചടക്കി എന്നുള്ളതാണ് നമുക്ക് ഖുസൈ ചെയ്ത ഏറ്റവും മഹത്തായ പ്രവൃത്തി, അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായ പ്രവൃത്തി എന്നുള്ളത് നമ്മൾ ആദ്യത്തെ കാഴ്ചയാണ്. അപ്പോൾ ഖുസൈ എങ്ങനെയാണ് ചെയ്തത്? ഖുസൈ എന്ന് പറയുന്ന വ്യക്തി ഈ ഖുസാ എന്ന ഗോത്രത്തിൻ്റെ നേതാവിൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ഇവരുടെ മകളെ വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹം സ്വാഭാവികമായിട്ട്, അപ്പോൾ മകളുടെ ഭർത്താവുണ്ട്, പിന്നെ അദ്ദേഹത്തിന് ആൺകുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ആൺകുട്ടികളെക്കാൾ മികച്ച രീതിയിലുള്ള സ്കില്ലുകൾ ആരെടുത്തുണ്ടായിരുന്നു? ഖുസൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഖുസായുടെ നേതാവ് മരണപ്പെട്ടതിന് ശേഷം അവർക്ക് നേതാവായി തിരഞ്ഞെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നത് ഖുസൈനെയായിരുന്നു. അപ്പോൾ ഈ ഖുസൈ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി, അവിടെ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ഖുസൈയാണ് ഈ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഖുറൈശി ഗോത്രം അന്ന് പ്രധാനമായിട്ടൊന്നും അറിയപ്പെടാത്ത ഒരു ആളുകൾ, അവിടെ ഇവിടെയും ചെതറിക്കിടന്നിരുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ഖുസാ എന്ന് പറയുന്ന ഗോത്രവുമായി യുദ്ധം ചെയ്ത് അവരെ ഇവിടെ നിന്ന് പുറത്താക്കി മക്കയുടെ അധികാരം തിരിച്ചു പിടിച്ചത് ഈ ഖുസൈ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഖുറൈശി ഗോത്രത്തിൻ്റെ ഉയർച്ചയുടെ തുടക്കക്കാരൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്തും ഇപ്പോൾ നമുക്ക് ചരിത്രം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അന്നത്തെ മക്ക മുശ്രിക്കുകൾക്ക് ദാറുൻ നദ്വ എന്ന് പറഞ്ഞ ഒരു പാർലമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് അന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ, അപ്പോൾ അന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു ഭരണകൂടം, ഒരു നേതാവൊന്നുമില്ല. എന്നാൽ പോലും ഒരു ദാറുൻ നദ്വ, ഒരു ഭരണ സംവിധാനം പോലെ എന്തെങ്കിലുമൊക്കെ നിലനിന്നിരുന്നെങ്കിൽ അതിനൊരു പാർലമെന്റ് ഉണ്ടായിരുന്നു, ദാറുൻ നദ്വ എന്ന് പറയുന്ന റസൂലുള്ളാഹി ഉള്ള കാലഘട്ടത്തിൽ തന്നെ. ഈ ദാറുൻ നദ്വ ആദ്യമായി സ്ഥാപിച്ചത് ഖുസൈ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കഅബയുടെ കസ്റ്റോഡിയൻഷിപ്പ് ഏറ്റെടുക്കുന്നു. അദ്ദേഹം വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ വെള്ളത്തിൻ്റെ ഉത്തരവാദിത്തം ഇന്ന ആളുകളെ, അല്ലെങ്കിൽ കഅബയുടെ ചാവിയുടെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഹജ്ജിന് വരുന്ന ആളുകൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം പ്രത്യേകമായിട്ട് വേർതിരിച്ചതിന് ശേഷം അദ്ദേഹം തന്നെയാണ് ഇതെല്ലാം നിർവഹിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കാലശേഷം അദ്ദേഹത്തിൻ്റെ മക്കളിലേക്ക് ഇതെല്ലാം വീതിച്ചു കൊടുക്കുക ചെയ്തത്. ഇപ്പോൾ ഹുജ്ജാജികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത്, അതേപോലെ അവർക്ക് ആവശ്യമുള്ള വെളിച്ചം, ഇപ്പോൾ അറഫ, മുസ്ദലിഫ അങ്ങനത്തെ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള വെളിച്ചം, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന, അല്ലെങ്കിൽ ലിറ്ററലി അവിടുത്തെ ഒരു നേതാവായി ഖുസൈ വാഴുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹം അവിടെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കിണർ കുഴിക്കുകയും അവർക്ക് വെള്ളം അതിൽ നിന്ന് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കിണർ കുഴിക്കേണ്ടി വന്നത്? സംസമില്ലേ? അപ്പോൾ സംസമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, ഈ ഖുസാ എന്ന് പറയുന്ന ഗോത്രം ജുർഹൂം ഗോത്രവുമായി യുദ്ധം ചെയ്തിട്ടാണ് ആദ്യം ഇവിടെ മക്കയിൽ അധികാരം പിടിക്കുന്നത്. ആ പിടിക്കുന്ന സമയത്ത് ജുർഹൂം ഗോത്രത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ ചെയ്ത പരിപാടി ഈ സംസം കിണറിനെ നശിപ്പിച്ചിട്ട് അതിനെ മൂടി കളഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് കാലം, ഏകദേശം 300 വർഷത്തോളം അവർ എത്ര മെനക്കെട്ടിട്ടും ഈ സംസം വെള്ളം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഖുസൈനെ പോലെയുള്ള വ്യക്തികൾക്ക് അവിടെ കിണർ കുഴിച്ച് ആളുകൾക്ക് വെള്ളം നൽകേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഖുസൈക്ക് ശേഷം വന്നതാണ് അബ്ദി മനാഫ്.
യഥാർത്ഥ പേര് മുഗീറ എന്നായിരുന്നു. അപ്പോൾ മുഗീറ അദ്ദേഹം ഇതുപോലെ, അദ്ദേഹത്തിനെ പറ്റി ധാരാളമൊന്നും നമുക്ക് അറിവില്ല, പക്ഷേ അദ്ദേഹം ഇതുപോലെ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ആ നാട്ടിൽ എല്ലാവരും അറിയപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. പിന്നെ തൊട്ടുടനെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഹാഷിം എന്നുള്ളത്. ഹാഷിം, ബനു ഹാഷിം. അപ്പോൾ ഹാഷിമിൻ്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്, പിന്നെ അബ്ദുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ് ഹാഷിമിൻ്റെ ചരിത്രം? ഹാഷിമിൻ്റെ യഥാർത്ഥ പേര് എന്നുള്ളത് അമ്ർ എന്നായിരുന്നു. അപ്പോൾ ഹാഷിം എന്ന വാക്ക് വരുന്നത് ഹഷമ അഥവാ ഈ പൊടിക്കുക അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ള വാക്കിൽ നിന്നാണ് ഹഷമ അല്ലെങ്കിൽ ഹാഷിം എന്ന വാക്ക് വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഹുജ്ജാജികൾക്ക് ഈ ബാർലി അരച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടിൽ കാണാൻ പറ്റും, അദ്ദേഹം ഒരിക്കൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. എപ്പോഴും അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ കുറശികൾക്ക്, അപ്പോൾ കുറശികളെ സംബന്ധിച്ചിടത്തോളം അവിടെ സാമ്പത്തികമായി അവർ പിന്നോക്കത്തിലാണ്. ആ നാട്ടിൽ അധികം പ്രത്യേകിച്ച് അങ്ങനെ വിഭവങ്ങൾ ഇതൊന്നുമില്ല. അപ്പോൾ ചില വെള്ളം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഡ്രൗട്ടുള്ള സീസണിൽ അവർ വലിയ കഷ്ടപ്പാടുകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് അദ്ദേഹത്തിനൊരു ഐഡിയ വരുന്നത്. ഇപ്പോൾ നമുക്ക് മക്ക എന്നുള്ളത് ഒത്ത നടുക്കാണ്, അറേബ്യൻ പെനിൻസുലിൻ്റെ നടുക്കാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പിന്നീട് നോക്കിയിട്ട് നിങ്ങൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ അതായത് അന്നത്തെ റോം, ഇന്നത്തെ ഷാം, സിറിയ ഒക്കെ റോമൻ പ്രദേശങ്ങളിൽ വരുന്ന ഷാമും സിറിയയിലേക്കൊക്കെ ഒരു കച്ചവട യാത്രയായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് അല്ലെങ്കിൽ സിൽക്ക് റൂട്ട് വരുന്നത് ആ ഒരു ഏരിയയിലൂടെയാണ്. ഇപ്പോൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. അപ്പോൾ മക്ക പ്രദേശം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോർത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് ഷാം കിടക്കുന്നത്. അപ്പോൾ ഈ ഷാം എന്ന് പറയുന്ന പ്രദേശത്ത് സിൽക്ക് റൂട്ട് ഇതിനടുത്തുടൻ കടന്നു പോകുന്നത് ചൈനയിൽ നിന്ന് വരുന്ന സിൽക്ക് റൂട്ട്. അപ്പോൾ ആ സിൽക്ക് റൂട്ടിൻ്റെ അടുത്തു കൂടെ പോയി കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള എല്ലാ തരം ചരക്കുകളും ഇവർക്ക് ലഭിക്കും. ഇതൊരു റൂട്ട്. ഇനി അതിനുശേഷം തിരിച്ചു വന്ന് മക്കയിൽ നിന്ന് ഇവർ പോയിട്ടുണ്ടായിരുന്നത് ഉഷ്ണകാലഘട്ടത്തിൽ, സമ്മർ സീസണിലാണ്. ഇനി അതിനുശേഷം തിരിച്ച് മക്കയിലേക്ക് എത്തിയിട്ട് സൗത്തിലേക്ക് വിൻ്ററിൽ ഒരു യാത്ര ചെയ്താൽ, യമൻ ഭാഗത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ താഴത്തെ സൗത്തിലൂടെ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുള്ള ചരക്കുകളും ഇവർക്ക് ലഭിക്കും. അപ്പോൾ ഇതൊരു ലൈഫ് ലൈൻ റൂട്ട് പോലെ, അതായത് 2 സീസണിലും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ട് ഇത് ഹാഷിം എന്ന് പറയുന്ന വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ ഒരു നിഅമത്തായിരുന്നു. അത് അദ്ദേഹത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചത്. അപ്പോൾ ഈ 2 റൂട്ടിലൂടെ പോയി കഴിഞ്ഞാലുള്ള മെച്ചം എന്താ? ഇത് 2 സ്ഥലത്തുനിന്നും അവർക്ക് അതിനുള്ള ചരക്കുകൾ ലഭിക്കും. എന്നിട്ട് ഹജ്ജ് സീസണിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഈ ഹജ്ജ് സീസണിൽ ഈ മക്കയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ കഅബ എവിടെയാണുള്ളത്, അപ്പോൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈഫ് ലൈൻ റൂട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ബിസിനസ് സാധ്യത അദ്ദേഹം കണ്ടു. ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കറിയാം, ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. ഏത് ലൊക്കേഷനിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ ലൊക്കേഷൻ്റെ ആ ഒരു സാധ്യത ആദ്യമായി ഉപയോഗപ്പെടുത്തിയത് ഈ ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് എന്ന് പറയുന്ന ആ ഒരു യാത്ര, സമ്മറിലും വിന്ററിലുള്ള യാത്ര, ആ ഒരു യാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരു ഐഡിയ, ഒരു നിഅമത്തായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫൽയഅ്ബുദു ഹാദൽ ബൈത്ത്, നിങ്ങൾ ഈ കഅബയുടെ നാഥൻ ആരാണോ അവരെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ അത്അമഹും മിൻ ജൂഅ് വ ആമനഹും മിൻ ഖൗഫ്. അത്അമഹും മിൻ ജൂഅ്, അവരുടെ പട്ടിണിയിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വ ആമനഹും മിൻ ഖൗഫ്, അവർക്ക് അമ്ന് നൽകിയത്, സേഫ്റ്റി നൽകിയത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കച്ചവട യാത്രയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവർ ആക്രമിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഇത് യാത്ര ചരക്കാണല്ലോ. അപ്പോൾ പക്ഷേ ഈ ഒരു ബാച്ചിന് അല്ലെങ്കിൽ ഈ മക്കയിൽ നിന്ന് വരുന്ന ഈ ഒരു യാത്രാ സംഘത്തെ പൊതുവെ ഈവൻ കുഫാറുകൾക്ക് പോലും ആക്രമിക്കാൻ ഒരു ചെറിയ മടിയുണ്ട്. കാരണം അന്ന് അവർ അറിയപ്പെട്ടിരുന്നതിന് കഅബയുടെ ആളുകൾ അല്ലെങ്കിൽ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മതം കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരെ ആക്രമിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റിയും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വന്ന നിഅമത്താണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുറൈശികളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അപ്പോൾ ഈ ഒരു യാത്രാ സംവിധാനം നിലനിൽ വന്നതോട് കൂടിയിട്ട് ഖുറൈശികളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടായി. ഹാഷിം എന്ന് പറയുന്ന വ്യക്തി
വലിയ രീതിയിൽ പണക്കാരനായി മാറി എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഹാഷിം എന്ന വ്യക്തിയുടെ ഒരു കുടുംബക്കാരനായ ഉമയ്യയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അബ്ദുൽ ഷംസും ഇവർ തമ്മിലുള്ള അന്നും നിലനിൽക്കുന്ന ഒരു റൈവൽറി ഉണ്ട്. അത് ഇന്നും അല്ലെങ്കിൽ അതിനുശേഷം അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ നിലനിൽക്കുക. അപ്പോൾ അന്ന് മുതലാണ് ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഹാഷിമിൻ്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരു ഭാര്യ യസ്രിബിൽ നിന്നാണ്. അതായത് യസ്രിബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദീന, അന്ന് യസ്രിബാണ്. ഈ യസ്രിബിൽ നിന്ന് വിവാഹം കഴിച്ച ഹാഷിമിൻ്റെ ഭാര്യയിൽ നിന്നാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ആണ് ഹിജറക്ക് അയക്കുന്നത് എന്നുള്ളത് റസൂലുള്ളാഹിക്ക് അറിയില്ല. പക്ഷേ അതിന് എത്രയോ വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഹാഷിം യസ്രിബിൽ നിന്ന്, സാധാരണ ആളുകൾ അന്ന് യസ്രിബിൽ നിന്ന് വിവാഹം കഴിക്കുന്ന അത്ര വലിയ പ്രബലനായി നടക്കുന്ന ഒരു സംഗതിയല്ല. പക്ഷേ യസ്രിബിൽ നിന്ന് വിവാഹം കഴിക്കുന്നതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിലും കുടുംബക്കാരുണ്ടാവുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നത് ഈ ഒരു കാരണത്തിൽ നിന്നാണ്. ഈ ഹാഷിം എന്ന് പറയുന്ന വ്യക്തി പിന്നീട് ഒരു കച്ചവട സംഘമായിട്ട് യാത്രക്ക് പോയി. ആ യാത്രയിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹം ഗസയിലേക്ക്, ഇന്ന് ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശം, ഇന്ന് യുദ്ധം നടക്കുന്ന ആ പ്രദേശത്താണ് അദ്ദേഹത്തിനെ മറവ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഗസയെ ഇന്ന് ഗസത്തുൽ ഹാഷിം എന്നും അറിയപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഇനി ഈ ഭാര്യ അല്ലെങ്കിൽ യസ്രിബിൽ നിന്നുള്ള ആ ഭാര്യയിൽ നിന്നുണ്ടായ ഒരു കുട്ടിയാണ് യസ്രിബിൽ നിന്ന് ആ ഭാര്യയിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഷെയ്ബത്തുൽ ഹംദ് എന്ന് പറയുന്ന കുട്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരാൾ കൈ കാണിച്ചിട്ടുണ്ട്? അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടോ? കേൾക്കാത്ത പ്രശ്നം, ഓഡിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഡിയോ കേൾക്കാത്ത പ്രശ്നങ്ങളില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഈ യസ്രിബിൽ നിന്ന് വിവാഹം കഴിച്ച സ്ത്രീയിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഷെയ്ബത്തുൽ ഹംദ്. അപ്പോൾ ആരാണ് ഷെയ്ബത്തുൽ ഹംദ് എന്നുള്ളത്? ഷെയ്ബ എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേരാണ് ഷെയ്ബത്തുൽ ഹംദ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷെയ്ബ എന്നുള്ള പേര് വന്നത്? ഇപ്പോൾ ഷെയ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു വെളുത്ത മുടിക്കാണ് ഷെയ്ബ എന്ന് പറയുക. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് തലയിൽ നടുവിൽ ഈ ഭാഗത്തായിട്ട് ഒരു വെള്ള മുടി, അല്ലെങ്കിൽ അത് ഇപ്പോൾ പ്രായമായിട്ട് വരുന്ന നരയല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഷെയ്ബത്തുൽ ഹംദ് അല്ലെങ്കിൽ സ്തുതിക്കപ്പെട്ട ഒരു നര എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് ഷെയ്ബത്തുൽ ഹംദ് എന്നുള്ള പേരിട്ടു. അപ്പോൾ ഈ ഹാഷിം മരണപ്പെട്ടപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മ അദ്ദേഹത്തെ മദീനയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ മദീനയിൽ കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാഷിമിൻ്റെ കുടുംബക്കാർക്കാർക്കും ഈ അബ്ദുൽ മുത്തലിബിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഷെയ്ബയുടെ എളാപ്പ, അഥവാ ഹാഷിമിൻ്റെ അനിയൻ, അദ്ദേഹത്തെ മുത്തലിബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ മദീനയിൽ വെച്ച് കാണുകയുണ്ടായി. അപ്പോൾ മദീനയിൽ വെച്ചിട്ട് ഇവരെ കണ്ട ഉടനെ തന്നെ ഈ എളാപ്പക്ക് മനസ്സിലായി ഇത് എൻ്റെ ചോരയാണെന്ന്. അപ്പോൾ ഇത് അറബികളുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് അവരുടെ നെസബും അവരുടെ കുടുംബക്കാരുടെ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ കണ്ട ഉടനെ തന്നെ ഇവർക്ക് മനസ്സിലായി ഇത് എൻ്റെ ചോരയിൽപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മദീനയിൽ നിന്ന് അബ്ദുൽ മുത്തലിബിനെ അവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പോൾ ലിറ്ററലി ആളുകൾ റിപ്പോർട്ടിൽ കാണാൻ പറ്റും അദ്ദേഹം തട്ടിക്കൊണ്ടുപോയിരുന്നു. അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നിന്റെ നാടല്ല, നിന്റെ നാട് മക്കയാണ്, അവിടെ നിനക്ക് വലിയൊരു പാരമ്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്നും അല്ലാന്നും അതേപോലെ കുട്ടിയുടെ ഉമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതായിരുന്നാലും ശരി, മുത്തലിബ് എന്ന് പറയുന്ന ഹാഷിമിൻ്റെ അനിയൻ അദ്ദേഹത്തെ അവിടെ നിന്നും മദീനയിൽ നിന്നും മക്കയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ മക്കയിലുള്ള ആളുകൾ ഈ മുത്തലിബിനെ കാണുമ്പോൾ, മുത്തലിബ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടിയെ കാണുകയാണ്. അപ്പോൾ ഈ കുട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ആളുകൾ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ അടിമകളെ വാങ്ങുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇവരുടെ കൂടെ കണ്ടപ്പോൾ ഇത് അടിമയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് മുത്തലിബിൻ്റെ അടിമ അഥവാ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അന്ന് ആളുകൾ അദ്ദേഹത്തെ ഈ ഷെയ്ബത്തുൽ ഹംദിനെ അഥവാ അബ്ദുൽ മുത്തലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലിപ്പയെ പേര് നൽകി വിളിക്കുകയാണ്. അപ്പോൾ ഈ പേരിൽ അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബിന് ഈ പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഷെയ്ബത്തുൽ ഹംദ് എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്.
അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഇതാണ്. അദ്ദേഹം പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ, സംസം കിണർ ഈ ജുർഹൂം ഗോത്രം അടച്ചു കളഞ്ഞതിന് ശേഷം ഏകദേശം 300ഓളം വർഷം ആളുകൾക്ക് അന്ന് സംസം കിണർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സംസം കിണർ കണ്ടെത്തുന്നത് അബ്ദുൽ മുത്തലിബാണ്. പിന്നെ അതുപോലെ തന്നെ അബ്ദുള്ള എന്ന് പറയുന്ന സ്വന്തം മകൻ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനെ അറക്കാൻ വേണ്ടി അറവ് നടത്തും എന്നുള്ള ഒരു ശബ്ദം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് എങ്ങനെയാണ് മാറിയത് എന്നുള്ളത്, അത് ഒഴിവായത് എന്നുള്ള ഒരു ചരിത്രവും അദ്ദേഹത്തിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധമായി അറിയപ്പെടുന്നതാണ്. മൂന്നാമതായിട്ടുള്ള ചരിത്രം എന്നുള്ളത്, അബ്രഹ രാജാവ് മക്കയിലേക്ക് വന്നിട്ട് കഅബ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ആ സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 മേഖലയിലാണ് അബ്ദുൽ മുത്തലിബ് പ്രധാനമായിട്ടും ചർച്ചയാവുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണം. തൊട്ടുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള ആമിനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം കൊള്ളുന്നതിൻ്റെ ചെറിയൊരു ചർച്ച, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പ കാലഘട്ടത്തിനെ പറ്റി നമ്മൾ ചർച്ചയിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത തൊട്ടുടനെ പോകുന്ന ക്ലാസ്സുകളിലുള്ള ടോപ്പിക്ക്. അപ്പോൾ തൽക്കാലം നമുക്കിവിടെ വെച്ച് നിർത്താം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. فتعالى الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.